ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നീ തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഉണ്ണിയാടിച്ചരിതം എഴുതിയത് ആരാണ്? ഉണ്ണിയാടിച്ചരിതം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദാമോദര ചാക്യാർ. ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? BR അംബേദ്കർ. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ഭൂമി, അപ്പം. ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം. താഴെ പറയുന്ന ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ വലയം. താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. ശരാവതി, താപ്തി, നർമ്മദ, വൈഗ. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2, 3 എന്നിവ. താപ്തി, നർമ്മദ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? പീച്ചി ജലസേചന പദ്ധതി. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആക്സിയം ദൗത്യം 4. പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 10ാം പദ്ധതിയാണ്. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച എന്ന് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? 18%. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? പഞ്ചാബ്, ഹരിയാന. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിന്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 4 മാത്രം. പ്രാപ്തമാക്കുന്ന നിയമത്തിന്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിലുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിന്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണ സ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് അധികാരികളുടെ റോളുമായി ശരിയായ പൊരുത്തം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായ പൊരുത്തം. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണത്തിൽ പങ്ക് ജില്ലാ തല പ്രതികരണ പദ്ധതികളിൽ അനുമതി നൽകുന്നതിനുള്ള അന്തിമ അധികാരം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. 3.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സേനയുമായി ഏകോപിപ്പിക്കുക. 3. സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണത്തിലേക്ക് ദുരന്ത സാധ്യത ലഘൂകരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അടുത്ത ചോദ്യം, കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 3 മാത്രം. KSEBയുടെ ഉപദേശക പങ്ക് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. KSEBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാന വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഈ ഗവേണൻസ് സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിന്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1, 2, 4 മാത്രം. വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഈ ഗവേണൻസിന്റെ സംയോജനം, ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ, പൗരസേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം. 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനീഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4 മാത്രം. ഓപ്ഷൻ ബി 1, 3, 4 മാത്രം. കാലാവസ്ഥ പൊരുത്തപ്പെടൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. ഇത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏകോപിപ്പിക്കുകയും ലോക ബാങ്ക് മാത്രം ധനസഹായം നൽകുകയും ചെയ്യുന്നു. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥ ദുർബലതാ സൂചികകളുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. അടുത്ത ചോദ്യം, ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഹരിതഗൃഹ വാതക ഉദ്ഭവനം കുറയ്ക്കുന്നതിന് അതിന്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യോട്ടോ പ്രോട്ടോകോൾ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രം. താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷതകൾ നൽകിയിരിക്കുന്നു. ഹൃദയപേശി കോശങ്ങൾ ശാഖകളില്ലാത്തവയാണ്. അവയിൽ ഒറ്റ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നു. ഇത് വരയുള്ളതും അനിയന്ത്രിതവുമാണ്. ഇത് ഓട്ടോമോണിക് നാഡീനാരുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്റർകലേറ്റർ ഡിസ്ക് നേർത്തതും ഒറ്റ മെംബ്രനസ് ഘടനയുള്ളതുമാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4 മാത്രം. വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. തന്നിരിക്കുന്നത് വിറ്റാമിനുകൾ ലെഫ്റ്റ് സൈഡില്, കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ റൈറ്റ് സൈഡില്. താഴെ പറയുന്ന കോമ്പിനേഷനുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. തയമീൻ
തയമിൻ ബെറിബെറി, കാൽസിഫെറോൾ, റിക്കറ്റുകൾ, റെറ്റിനോൾ, നൈക്ടലോപ്പിയ. വിറ്റാമിൻ സി, വിറ്റാമിൻ സി, സ്കർവി, നിയാസിനാമൈഡ്, പെല്ലാഗ്രാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. അമിനോ ആസിഡുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ലൂസിൻ, ഐസോലൂസിൻ, വാലൈൻ എന്നിവ ആവശ്യമല്ലാത്ത അമിനോ ആസിഡുകളാണ്. ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡാണ്. സിസ്റ്റീൻ, മെഥിനോയിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 മാത്രം. പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപാപചയ വൈകല്യമാണ് പ്രമേഹം. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. ടൈപ്പ് 2 പ്രമേഹം പ്രധാനമായും കരളിൽ ഒരു വൈറൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രം. കാല അസർ രോഗം മൂലമുണ്ടാകുന്നത് ലീഷ്മാനിയ ഡോണോവാനി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യം മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 26ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 27ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 28ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 29ാമത്തെ ചോദ്യം 29ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 30ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 31ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 32ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 33ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 34ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 35ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 36 സമ്മതമില്ലാതെ ഡാഷിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. നിയമപരമായ രക്ഷാധികാരി. താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിന്റെ ഘടകം അല്ലാത്തത്? സമ്മതം. മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ഓപ്ഷൻ ഡി. എ, ബി അല്ലെങ്കിൽ സി. താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? ഓപ്ഷൻ സി. ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ. സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി. BNSS വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത്? ഓപ്ഷൻ സി. കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കും. വാറന്റ് കേസ് എന്നാൽ? ഓപ്ഷൻ ഡി. വധശിക്ഷ, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം. FIRന് സാധുവായ ആവശ്യകതയല്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. കുറ്റകൃത്യത്തിന് ഇരയായയാൾ അത് നൽകണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം
അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയായോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും അറിയപ്പെടുന്നത് പരാതി. താഴെ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ വിവരം നൽകേണ്ട ബാധ്യത ഉണ്ട്. വ്യാജ നാണയങ്ങൾ നിർമ്മിക്കൽ. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി. ഒരു സഹപ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി. നിയമസാധുത പ്രഖ്യാപിക്കപ്പെടുന്നതിനുള്ള ഒരു കേസിൽ ബിയുടെ നിയമാനുസൃത മകനാണ് എ അവകാശപ്പെടുന്നു. ബിയുടെ സഹോദരങ്ങളും കസിൻസും ബിയുടെ മകനായി സ്ഥിരമായി പരിഗണിച്ചിരുന്നുവെന്ന് കോടതി കരുതുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം ഈ തെളിവിന്റെ സ്വീകാര്യതയെ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി. ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അറിവുള്ള കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം അത്തരമൊരു ബന്ധത്തിന്റെ നിലനിൽപ്പ് കാണിക്കുന്നതിന് പ്രസക്തമാണ്. ഒരു അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷി സർക്കാർ പുറത്തിറക്കിയ ഒരു ഭൂപടത്തെ ആശ്രയിക്കുന്നു. അത് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള വിഭജനം കാണിക്കുന്നു. 2023 ഭാരതീയ സാക്ഷി അധിനിവേശത്തിലെ സെക്ഷൻ 30 പ്രകാരം കോടതി ഈ ഭൂപടത്തെ എങ്ങനെ പരിഗണിക്കും? ഓപ്ഷൻ എ. പൊതു വിൽപ്പനയ്ക്കായി സാധാരണയായി വാഗ്ദാനം ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച ചാർട്ടുകളിൽ നടത്തിയ പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭൂപടം ഒരു പ്രസക്തമായ വസ്തുതയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി കൊലപാതക ആയുധത്തിന്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. പരാമർശിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് ആയുധം വീണ്ടെടുക്കുന്നു. പ്രതിയുടെ മൊഴിയുടെ ഏത് ഭാഗമാണ് ഭാരതീയ സാക്ഷി അധിനിവേശം 2023 പ്രകാരം കോടതിയിൽ സ്വീകാര്യമാകുന്നത്? ഓപ്ഷൻ ബി. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിൽ ഏത് വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 8. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവര അപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു. ഓപ്ഷൻ സി. ഇത് പകർപ്പവകാശത്തെ ലംഘിക്കുന്നു. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പ്രധാന ഫോക്കസ് എന്തായിരുന്നു? മൂന്നാം കക്ഷി വിവരങ്ങൾ. ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 100. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കാം? 60 ദിവസം. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ആർട്ടിക്കിൾ 279A. ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യുവാൻ കഴിയുക? ആർട്ടിക്കിൾ 86. അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 44ാം ഭേദഗതി. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണയിക്കുവാനുള്ള അധികാരം ആർക്കാണ്? നിയമപ്രകാരം പാർലമെന്റ്. 105ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി. OBCകളെ തിരിച്ചറിയുവാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവ് ആയ വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ്.
ഓപ്ഷൻ എ ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. സെക്ഷൻ 66C ഡി ആണ് മോഷണം തിരിച്ചറിയുക. സെക്ഷൻ 66D ഓപ്ഷൻ ബി ആൾമാറാട്ടം വഴിയുള്ള വഞ്ചനം. സെക്ഷൻ 66E സി സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66F സൈബർ ഭീകരത. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്: 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്ത്? ഡിജിറ്റൽ റുപ്പി. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? 2-ാം ഷെഡ്യൂൾ. ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പറിൽ എത്ര അക്കങ്ങൾ ഉണ്ട്? 15 അക്കങ്ങൾ. ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. താഴെ പറയുന്നവയിൽ ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ്? സെക്ഷൻ 65. താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ATM സ്വന്തമായ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചു? ഓപ്ഷൻ എ. ഏത് നവ ഫ്രോയിഡിയാണോ സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലുള്ള ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത്? ആൽഫ്രഡ് അഡ്ലർ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു. ഓപ്ഷൻ സി. ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു. പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിങ് ചെലവുകൾ സംഭവിക്കുന്നു. കാരണം ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ. പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്തൽ ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി. വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന്റെ ആഴം. ഫ്ലിൻ പ്രഭാവം എന്താണ്? കാലക്രമേണ ശരാശരി IQ സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവ്. ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പങ്കിട്ട പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണമാണ് വൈകാരിക പകർച്ചവ്യാധി. ഒരു വ്യക്തിക്ക് തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന് ഒരു അധ്യാപകൻ അനുമാനിക്കുകയും തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണം സ്വയം നിറവേറ്റുന്ന പ്രവചനം. മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന
ഒരു വ്യക്തിക്ക് ഇവ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. സ്തംഭനാവസ്ഥ. പാരമ്പര്യാനന്തര തലത്തിൽ ധാർമ്മിക ന്യായവാദം പ്രചോദിപ്പിക്കുന്നത് ഇവയാണ്: അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് വരുന്നത്. ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഗിവൺ ഇൻ ബോൾഡ് ഇൻ ദ ഗിവൺ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. I will never follow you. Option B, adverb. Correct the given sentence by choosing the suitable verb from the following options. The girls and boys of class 5 who have registered for the study tour have requesting for leave since yesterday. Option C, have been requesting. Identify compound complex sentence from the following. Option D, my friend who was in Dubai came yesterday and gave me some gifts. Choose the correct sentence from the following. If you had come, I would have joined. Fill in the blanks by using the correct preposition from the options. I fought for his life the whole day. Use the appropriate collective noun from the options to complete the given sentence. She found dash of arrows inside the cabin. Option D, cure. How many words given below are compound words? Option B, all. The strike was dash. Find the appropriate phrasal verb from the following to fill in the blanks. Called off. She had to bite the bullet during her training period. Unpleasant situation. Bite the bullet. Find out the correctly spelled word from the following. Option C. മലയാളം ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി, വിമ്മിട്ടം. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി. വണ്ട് എന്നർത്ഥം വരാത്ത പദമേത്? പിപീലിക. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഓപ്ഷൻ സി. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദമേത്? ഓപ്ഷൻ ബി. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദമേത്? നമ്മൾ. കൊലയാന ഉള്ളപ്പോൾ കുഴിയാനം മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ദിഗ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ. അവസാനത്തെ ചോദ്യം, ബ്രെവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം? ഓപ്ഷൻ സി. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്